ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പാരമീൻ കൊണ്ടൊരു കറിയാണ്. തക്കാളി ചേർത്ത് വറ്റിച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് മീൻ മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 സ്പൂണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 സ്പൂൺ പുളി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് കൈയിട്ട് തന്നെ നല്ല വേലാക്കി ഈ കഷ്ണങ്ങളിലൊക്കെ അരപ്പ് നന്നായിട്ട് പിടിപ്പിക്കണം. ഈ അരപ്പെല്ലാം നല്ല പിടിക്കാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിരിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളി 7 എടുത്തിട്ടുണ്ട്. 1/2 മുറി സവാളയും കുറച്ച് കറിവേപ്പിലയാണ്. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല നിരടുക. നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം. ഉടച്ചെടുത്ത ശേഷം നമുക്കിത് മീനിൽ ചേർത്ത് വേണം മീൻ കറി തയ്യാറാക്കാൻ. ഇപ്പോൾ തക്കാളിയൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീൻ കറിയിലോട്ട് ചേർക്കണം. നമ്മളിപ്പോൾ അരപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് തക്കാളി കൈ കൊണ്ട് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ഇളക്കിയ ശേഷം ചെറു തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നതല്ല. ഈ എണ്ണയും ഈ തക്കാളിയിൽ നിന്ന് ഊറി വരുന്ന ചാറും കൊണ്ടാണിത് വേവുന്നത്. അപ്പോൾ നമ്മൾ ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ കറി ഏത് പരുവമായെന്ന് നോക്കാം. നല്ല വെള്ളമൊക്കെ ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു വെള്ളവും ചേർത്തില്ല. ആ തക്കാളിയുടെ 7 കുഞ്ഞ് തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. എണ്ണയും തക്കാളിയും ചേർന്നുള്ള ഒരരപ്പാണിത്. ചെറുതീയിലിട്ട് വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതീയിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി 1 സ്പൂൺ കൊണ്ട് നമുക്ക് ഈ മീൻ മാത്രം തിരിച്ചിട്ട് കൊടുക്കണം. മീൻ പൊട്ടിപ്പോകാതെ മെല്ലെ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ ഒന്നൊന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വേവിക്കണം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഞാനിപ്പം പുളി അധികം ചേർത്തിട്ടില്ല. 1 സ്പൂൺ പുളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളിയുടെ പുളി മാത്രമാണുള്ളത്. നമുക്കിനി ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. മീൻ കറി നമുക്ക് എന്തായി നോക്കാം. ഇപ്പോൾ ചാറെല്ലാം കുറച്ച് വറ്റിയിട്ടുണ്ട്. മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് കൂടി മീനൊന്ന് റെഡിയാക്കിയ ശേഷം വേണം ഓഫ് ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് വറ്റിച്ച പാര മീൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.